1999 ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അതിനാസ്പദമാക്കി ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയാണ് IC-814 ദ കാണ്ടഹർ ഹൈജാക്ക്. ആ സിനിമയിൽ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ട് 6-7 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ ചർച്ചകൾ നടക്കുന്നില്ല. ഗവൺമെൻറ്റും ടെററിസ്റ്റ് തമ്മിൽ കോംപ്രമൈസ് ടോക്കൊന്നും നടക്കുന്നില്ല. ആ സമയത്ത് ആൾക്കാർക്ക് ഭക്ഷണമില്ല. ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ടോയ്ലറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് ആർക്കും ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല. വളരെ സ്മെല്ലാണ്. ഈ സമയത്ത് പൈലറ്റ് പറയുന്നു ഞാനത് ശരിയാക്കാം. അങ്ങനെ അയാൾ ലഗേജ് വയ്ക്കുന്ന ഫ്ലൈറ്റിനടിയിലത്തെ മുറിയിലേക്ക് പോവാം. ഒരു ടെററിസ്റ്റും കൂടെ പോകുന്നുണ്ട്. ഈ പൈലറ്റ് അത് ശരിയായിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പുച്ഛത്തോടു കൂടി ടെററിസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഈ ടോയ്ലറ്റ് ശരിയാക്കാനൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ പൈലറ്റ് ചിരിച്ചുകൊണ്ട് പറയും, നമ്മൾ ചെയ്യുന്ന ജോലിയെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ പിന്നെ അത് ജോലിയല്ല, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഇത് ഞാൻ പഠിച്ചു. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് സ്നേഹമുള്ളൊരു പാപിനിയെയും സ്നേഹമില്ലാത്തൊരു ഫരിസേയനാണ്. ക്ഷണിക്കപ്പെടാത്തൊരു വീട്ടിലേക്കാണ് ഈ പെണ്ണ് കയറി വരുന്നത്. ആണുങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് ഇവളിങ്ങനെ തലമുടി അഴിച്ചിട്ട് നിൽക്കുകയാണ്. അവൾ കരയുന്നുണ്ട്. അവൾ കൊണ്ടുവന്ന ഒരു ഭരണി നിറയെ പെർഫ്യൂം അവൾ ഈശോൻ്റെ കാലിലേക്ക് ഒഴുക്കിക്കളയുന്നു. ചുറ്റും എന്ത് സംഭവിക്കുന്നു, ചുറ്റും ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നതിനെക്കുറിച്ച് അവൾ ബോധയുടെ അല്ല. കാരണം ഷീ ഈസ് ഇൻ ലവ്. എന്താ ഇത് പഠിപ്പിക്കുന്നത്? സ്നേഹം കൊണ്ട് നമുക്ക് നമ്മുടെ പാപത്തിൻ്റെ കനമില്ലാതാക്കാൻ പറ്റും. സ്നേഹം കൊണ്ട് എനിക്കെൻ്റെ പണത്തോടുള്ള കൊതി ഇല്ലാതാക്കാൻ പറ്റും. ശരിക്കും അത് ഗോസ്പലൊരു കുമ്പസാരക്കൂടാണ്. കാരണം ഈശോ അവളോട് പറയുന്നത് എന്താ? നിൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തിൽ പോവുക. ഓരോ കുമ്പസാരക്കൂടിലും എന്താ സംഭവിക്കുന്നത്? വൈദികൻ അബ്സൊല്യൂഷൻ കൊടുത്തുകൊണ്ട് പറയുന്ന വാക്കെന്താ? നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോവുക.